പ്രിയമുള്ള സ്നേഹിത, ഇത് ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിനോയ് ജേക്കബ്. ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഈ കരുണയ്ക്ക് ഞാൻ യോഗ്യനല്ല എന്ന് ഒരു വ്യക്തി തിരിച്ചറിയുന്നിടത്തു നിന്നുള്ള സന്ദേശമാണ് നമ്മൾ പറയുന്നത്. ചിലപ്പോഴൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കും. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ച് നേടി അത് സംതൃപ്തിയോടെ നോക്കി കാണുമ്പോൾ വേറൊരാൾ വന്ന് അതിനെക്കുറിച്ച് കളിയാക്കി പറയുക, ഇകഴ്ത്തി പറയുക, നമ്മൾ ചെയ്യുന്ന കാര്യം മുടക്കാൻ ശ്രമിക്കുക, കുറ്റപ്പെടുത്തുക, അതിനെ നിരുത്സാഹപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അത് കാരണം നിങ്ങൾക്ക് വലിയ സങ്കടം തോന്നിയിട്ടുണ്ടോ? അത് കാരണം ജീവിതത്തിൽ എപ്പോഴെങ്കിലും പരാജയപ്പെട്ടു പോയി എന്ന് തോന്നിയിട്ടുണ്ടോ? ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ നേരിടേണ്ടുന്നത് എന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവൻ അതിനെ തന്നെ കൊയ്യും എന്നാണ് പറയുന്നത്. അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവൻ അത് തന്നെ കൊയ്യും. ജീവിതത്തിൽ ന്യായമല്ലാത്ത കാര്യങ്ങൾ വിതയ്ക്കുക, അങ്ങനെ പ്രവർത്തിക്കുക, അത് നേടാനായിട്ട് ശ്രമിക്കുക, അന്യായമായി കാര്യങ്ങൾ നേടിയെടുക്കുക, ജീവിതത്തിൽ കാര്യങ്ങൾ നേടാൻ കുറുക്കു വഴികൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ മറ്റൊരാളെ ചവിട്ടി മെതിച്ചിട്ട് ഞാൻ കേമനാണെന്ന് കാണിക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അതിൻ്റെ തന്നെ പ്രതിഫലം കിട്ടും. കഷ്ടത വിതയ്ക്കുന്നവൻ കഷ്ടത തന്നെ കൊയ്തെടുക്കും എന്നുള്ളതാണ് വേദപുസ്തകം പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അധർമ്മത്തെ ഉഴുതിളക്കുന്നവന് വിതയ്ക്കുന്നവൻ അളന്നു കൊയ്യും. അധർമ്മത്തെ ഉഴുതിളക്കി വിന വിതയ്ക്കുന്നവൻ അത് തന്നെ കൊയ്യും. അധർമ്മം, യഥാർത്ഥത്തിൽ അധർമ്മം എന്നുള്ള പദം, അധർമ്മം പെരുകുന്നവൻ ചെയ്യുന്നവൻ പാപം ചെയ്യുന്നു എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ അധർമ്മം കൽപ്പനാലംഘനമാണ്, പാപമാണ്. അപ്പോൾ അധർമ്മം വിതയ്ക്കുന്നവൻ അത് തന്നെ കൊയ്യും, വിന തന്നെ കൊയ്യും എന്നാണ്. നമ്മളെക്കുറിച്ച് ആരെങ്കിലും തെറ്റായി ചിന്തിക്കുകയും തെറ്റായി പറയുകയും കളവ് പറയുകയൊക്കെ ചെയ്ത് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അത് തന്നെ കൊയ്യുമെന്നാണ് പറയുന്നത്. ലോകം മുഴുവൻ ഇപ്പം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാവരും വിന വിതച്ച് കഷ്ടതയും ദുഷ്ടതയും ഫലമായി കൊയ്യുന്നു. ലോകത്ത് ബഹുഭൂരിപക്ഷം പേരെ നമ്മൾ ആലോചിച്ച് നോക്കും. അവിടെ എല്ലാം കാണുന്നത് സ്വാർത്ഥമായ നേട്ടത്തിനു വേണ്ടി, അല്ലെങ്കിൽ താൽക്കാലികമായ നേട്ടത്തിനു വേണ്ടി നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇതിനെ വിതയോടും കൊയ്ത്തനോടുമാണ് ബൈബിൾ ഉപമിച്ചിരിക്കുന്നത്. കഷ്ടത വിതയ്ക്കുന്നവൻ കഷ്ടത കൊയ്യും, അധർമ്മം വിതയ്ക്കുന്നവൻ അധർമ്മം കൊയ്യും. ആരാണോ തെറ്റു ചെയ്ത് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അവർ ആ തെറ്റുകൾ തന്നെ കൊയ്തെടുക്കും എന്നുള്ളതാണ്. അതൊരു ജീവിത യാഥാർത്ഥ്യമാണ്. അങ്ങനെ നേടണം എന്ന് ദൈവം ആരെയും കുറിച്ചും ആഗ്രഹിക്കുന്നില്ല. നമുക്ക് അതിനൊരു വേദപുസ്തക ഉദാഹരണം നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 16 മുതൽ 18 വരെ 38 വരെയുള്ള വാക്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 16 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. അബ്രഹാമിനോട് ഫെലിസ്ത്യർക്ക് അസൂയ തോന്നി. 13-ാം വാക്യത്തിൽ അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. അവന് ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസീദാസന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുന്നത് കണ്ടപ്പോൾ, നന്മയുണ്ടാകുന്നത് കണ്ടപ്പോൾ, വളർച്ച ഉണ്ടാകുന്നത് കണ്ടപ്പോൾ ഫെലിസ്ത്യർക്ക് അബ്രഹാമിനോട് അസൂയ തോന്നുകയാണ്.
നമ്മളെന്തുകൊണ്ട് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും മനുഷ്യജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അധ്വാനിച്ച് എന്തെങ്കിലും ഒരു കാര്യം നേടുമ്പോൾ ശത്രുവിന്, നമ്മളെ തളർത്താൻ ശ്രമിക്കുന്നവർക്ക്, നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക്, അതിൽ അസൂയയുള്ളവർക്ക് ദേഷ്യം തോന്നും. അവർ നമ്മളോട് പക ചെയ്യും. ഇത് തന്നെയാണ് ഫെലിസ്ത്യർ അബ്രഹാമിനോട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതാണ്. ഇനിയും 15-ാം വാക്യം, എന്നാൽ അവൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് അവൻ്റെ പിതാവിൻ്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തി കളഞ്ഞു. മരുഭൂമിയാണ്, വെള്ളം വളരെ റെയറായിട്ടാണ് കാണുക. അപ്പോൾ അബ്രഹാം അവിടെ ജീവിക്കാൻ വെള്ളം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അവർ മരുഭൂമിയിൽ ഉറവ കണ്ടെത്തി കിണർ കുഴിച്ചതാണ്. ഫെലിസ്ത്യർ അസൂയ തോന്നിയപ്പോൾ ആദ്യം ചെയ്തത് കിണർ നികത്തി കളയുക എന്നുള്ളതാണ്. വെള്ളമാണല്ലോ എല്ലാ സംസ്കാരങ്ങളും ജീവിതങ്ങളും കരുപ്പിടിപ്പിക്കാൻ ഏറ്റവും അത്യാവശ്യം വേണ്ടുന്നത്. അപ്പോൾ ഫെലിസ്ത്യർ വന്നിട്ട് അബ്രഹാമിൻ്റെ ഉപയോഗിച്ചിരുന്ന കിണറൊക്കെയും മണ്ണിട്ട് നികത്തിക്കളഞ്ഞു. അബീമേലെക്ക് ഇസഹാക്കിനോട്, നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനായതുകൊണ്ട് ഞങ്ങളെ വിട്ടു പോകാ എന്ന് പറഞ്ഞു. അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മറ്റുള്ളവരെക്കാൾ നന്നായി ജീവിക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ മനുഷ്യർക്ക് തോന്നി, നീ ഞങ്ങളെക്കാൾ ബലവാനാണ്, നിനക്ക് നല്ല നേട്ടമുണ്ട്, നിനക്ക് ദൈവാനുഗ്രഹമുണ്ട്, ദൈവം നിന്നെ സംരക്ഷിച്ചിരിക്കുന്നു, നിനക്ക് എന്ത് ചെയ്താലും നന്മയുണ്ടാകുള്ളൂ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഞങ്ങളുടെ നാട്ടിൽ താമസിക്കേണ്ട, നീ ഇവിടം വിട്ടു പൊക്കൂ, കാരണം ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് അസൂയയാണ്, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ ഇസഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗോരാർ താഴ്വരയിൽ കൂടാരം അടിച്ചു, അവിടെ പാർത്തു. തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. ഇസഹാക്ക് അതേ കിണറുകൾ, അബ്രഹാം പണിത ആ കിണറുകൾ, ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടിയ കിണർ വീണ്ടും കുഴിച്ച് വെള്ളം കണ്ടെത്തി അവിടെ ജീവിതം ആരംഭിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴും എന്താ സംഭവിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പിതാവ് ആ കിണറുകൾക്ക് ഇട്ടിരുന്ന പേര് തന്നെ ഇട്ടു. ഇസഹാക്കിൻ്റെ ദാസന്മാർ ആ താഴ്വരകളിൽ കുഴിച്ച് നീരുറവുള്ള ഒരു കിണർ കണ്ടു. അപ്പോൾ ഗരാർ ദേശത്തിലെ ഇടയന്മാർ, ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ് ഇസഹാക്കിൻ്റെ ഇടയന്മാരോട് ശണ്ഠയിട്ടു. അപ്പോൾ ഇസഹാക്ക് വന്ന് വീണ്ടും കിണർ കുഴിക്കുമ്പോൾ അവിടെ താമസിക്കുന്ന ഇടയന്മാരായ ഗരാർ ദേശത്തെ ആളുകളൊന്ന് പറയുന്നു, ഈ വെള്ളം ഞങ്ങൾക്കുള്ളതാണ്, നിനക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരോട് വഴക്കുണ്ടാക്കുകയാണ്. നോക്കൂ, ഒന്നാമത് അബ്രഹാം കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് ഓടിപ്പോവുകയാണ്, എങ്ങോട്ടാണെന്നൊന്നും അറിയത്തൊന്നുമില്ല. അങ്ങനെയാണ് കിണർ കുഴിച്ച് അവിടെ താമസിക്കുന്നത്. അന്നേരം ഫെലിസ്ത്യർ വന്ന് ശല്യം ഉണ്ടാക്കി. അപ്പോൾ അദ്ദേഹം അവിടുന്ന് പോകേണ്ടി വന്നു. പിന്നെ മകനും ഈ സ്ഥലത്തേക്ക് വന്നു, അദ്ദേഹവും ഈ കിണർ വീണ്ടും കുഴിച്ചു. അപ്പോൾ അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തോട് ശണ്ഠയിടുകയാണ്. അവർ തന്നോട് ശണ്ഠയിട്ടത് കൊണ്ട് അവൻ ആ കിണറിന് ഏശക്ക് എന്ന് പേര് വിളിച്ചു. അവർ മറ്റൊരു കിണർ കുഴിച്ചു. നോക്കൂ, ആ കിണർ അവരുപയോഗിക്കാൻ അനുവദിക്കാത്തതുകൊണ്ട് വേറൊരു കിണർ കുഴിച്ചു. ഇത് വാഴക്കുല എന്ന കവിതയാണ് ഓർമ്മിപ്പിക്കുന്നത്. കുമാരനാശൻ്റെ വാഴക്കുല, ചങ്ങമ്പുഴയുടെ വാഴക്കുലയാണെന്ന്, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് വാഴക്കുല. അതിലിങ്ങനെയാണ്, അന്നത്തെ പാവപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മാടത്തിന് മുമ്പിൽ ഒരു വാഴ നട്ടു. തൻ്റെ മക്കൾക്കും കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാഴ നട്ടത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അതിൻ്റെ ചോട്ടി കളിക്കുകയും വെള്ളമൊഴിക്കുകയും അതിനെ നന്നായി വളർത്തിക്കൊണ്ട് വരികയൊക്കെ ചെയ്തു. അവരതിൻ്റെ ചുറ്റിൽ സ്വപ്നം കണ്ടു, അവരതിൻ്റെ ചുറ്റിൽ കളിച്ചു. ഇല വിരിയുന്നതും പൂവ് വിരിയുന്നതും കൂമ്പ് വരുന്നതും ഒക്കെ നോക്കി എണ്ണി എണ്ണി കാത്തിരുന്നു. പക്ഷേ കായ കൊലച്ച് അത് പഴുത്ത് വെട്ടാറായപ്പോൾ യജമാനൻ വന്ന് വെട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ വേറൊരു വാഴ വെച്ചുകൊള്ളാം, കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പുരാൻ, വേറൊരു വാഴ ഞാൻ വെച്ചുകൊള്ളാം എന്ന് പറയുന്ന ഒരു സന്ദർഭം തോന്നുകയാണ്. അപ്പോൾ അബ്രഹാം കുഴിച്ച കിണറിൽ അത് ഉപയോഗിക്കാൻ ഫെലിസ്ത്യർ സമ്മതിച്ചില്ല, അവർ മണ്ണിട്ട് മൂടി.
ഇസഹാക്ക് വന്നിട്ട് വീണ്ടും അതിനെ കുഴിച്ചു. പക്ഷേ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. ഗെരാർ ദേശവാസികൾ അവനോട് ശണ്ടയിട്ടു. അവൻ വേറൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ചും ആ കിണറിനെക്കുറിച്ചും അവർ ശണ്ടയിട്ടത് കൊണ്ട് അവൻ അതിന് സിത്ന എന്ന് പേര് വിളിച്ചു. അവർ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. വീണ്ടും പോയി വേറൊരു കിണർ കുഴിക്കുകയാണ്. എന്നാൽ ആ കിണറിനെക്കുറിച്ച് ശണ്ടയിട്ടില്ല. മൂന്നാമത്തെ കിണർ കുഴിച്ചപ്പോഴാണ് ആർക്കും പ്രശ്നമില്ലാത്ത ഒരു വെള്ളം കിട്ടാനുള്ള മാർഗം ഉണ്ടായത്. യഹോവ ഇപ്പോൾ നമുക്കിടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹോബോത്ത് എന്ന് പേരിട്ടു. അപ്പോൾ രണ്ടാമത്തെ കിണറും അവരുപയോഗിക്കാൻ സമ്മതിച്ചില്ല. മൂന്നാമത്തെ കിണർ കുഴിച്ചപ്പോൾ ഇസഹാക്ക് പറയാണ്, യഹോവ നമുക്കൊരു കിണർ തന്നു, ഇവിടെ ഇനി നമ്മൾ വർദ്ധിക്കും, ഇവിടെ ഇനി നമ്മൾ താമസിക്കും എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. നോക്കൂ, 2 പ്രാവശ്യം അത് ഉപയോഗിക്കാൻ പറ്റാതായവർക്ക് നമ്മളാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ പ്രശ്നത്തെ കാണുക? നമ്മൾ തോറ്റുപോയി ഫെലിസ്ത്യരുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഗെരാറിലുള്ള ആൾക്കാരുടെ മുമ്പിൽ ഞാൻ തോറ്റുപോയി, എൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ നിരാശപ്പെട്ടേനെ. പക്ഷേ അധ്വാനിച്ച് ദിവസങ്ങളോളം കഷ്ടപ്പെട്ട്, ഇന്നത്തെ പോലെ സാങ്കേതിക വിദ്യയൊന്നും ഉണ്ടാവില്ല കിണർ കുഴിക്കാനൊക്കെ. അപ്പോൾ എത്ര നാളത്തെ അധ്വാനമായിട്ടായിരിക്കും കിണർ കുഴിച്ചിരിക്കുക. അപ്പോൾ അത് കുഴിച്ചു, രണ്ടാമതും കുഴിച്ചു, മൂന്നാമതും കുഴിച്ചപ്പോഴും ഇസഹാക്ക് അവിടെ സന്തോഷിക്കുന്നുണ്ട്. ദൈവം എനിക്കിത് തന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ആദ്യത്തെ 2 ഉണ്ടായ നഷ്ടത്തെക്കുറിച്ച്, അദ്ദേഹത്തിന് ചെലവഴിച്ച സമയത്തെക്കുറിച്ച്, അദ്ദേഹം ചിലവിട്ട അധ്വാനത്തെക്കുറിച്ച്, അദ്ദേഹം ചിലവിട്ട കാര്യങ്ങളെക്കുറിച്ച് ഇസഹാക്ക് ഒരിക്കലും വിഷമിക്കുന്നത് കാണുന്നില്ല. പക്ഷേ ഇസഹാക്ക് പറയുന്നത് മൂന്നാമത്തെ കാര്യം സമയത്ത് പറയുന്നു, ദൈവം എനിക്ക് തന്നതാണ്. ഇതാണ് നമ്മൾക്കുണ്ടാകേണ്ടുന്ന മറ്റൊരു ജീവിത ദർശനമാണ് ഇസഹാക്കിൻ്റെ ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അബീമേലെക്കിൻ്റെ ആളുകൾ ഇസഹാക്കിനോട് അന്യായം വിതച്ചു. അബ്രഹാം ഉണ്ടാക്കിയ കിണറുകൾ അദ്ദേഹം വീണ്ടും കുഴിച്ചു. ദേശത്തു നിന്നും ഇസഹാക്കിനെ ഓടിച്ചു കളഞ്ഞു. കിണറുകളെല്ലാം അവർ കൈയടക്കി. പ്രയാസമുണ്ടായപ്പോൾ ഇസഹാക്കിന് ദൈവം പ്രത്യക്ഷപ്പെട്ടു. നോക്കൂ, ഇതേപോലത്തെ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. നിങ്ങൾ ഇങ്ങനത്തെ സാഹചര്യം ഓർത്ത് വിഷമിക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ ഇത്തരമൊരു പ്രശ്നമുണ്ടായപ്പോൾ ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുകയാണ്. പ്രിയമുള്ള സ്നേഹിത, നിങ്ങൾ ജീവിക്കാനായിട്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് തടസ്സം നേരിട്ട് നിങ്ങൾ നിരാശപ്പെട്ടിട്ടുണ്ടോ? ഒരു പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിൽ, ജെന്യുവിനാണെങ്കിൽ, ഇസഹാക്കിൻ്റെ ഇടത്തേക്ക് ദൈവം ഇറങ്ങി വന്ന് സഹായിക്കുന്നത് പോലെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്കും ഇറങ്ങി വരും എന്നുള്ള ഒരു വലിയ പാഠമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നോക്കൂ, ആ കരുണയ്ക്ക് ഞാൻ യോഗ്യനല്ല. ദൈവം നേരിട്ടിറങ്ങി വരിക. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവും പരിപാലകനുമായ ദൈവം തൻ്റെ ഭക്തന്മാരായ മക്കളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 26-ന്റെ 25-ഉം 26-ഉം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അവിടെ അവൻ ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു, അവിടെ തൻ്റെ കൂടാരം അടിച്ചു. അവിടെയും ഇസഹാക്കിൻ്റെ ദാസന്മാർ ഒരു കിണർ കുഴിച്ചു. അനന്തരം അബീമേലെക്കും സ്നേഹിതനായ അഹൂസുത്തും സേനാപതിയായ ഫക്കൂലും ഗൊരാറിൽ നിന്ന് അവൻ്റെ അടുക്കൽ വന്നു. ഇസഹാക്ക് അവരോട്, നിങ്ങൾ എന്തിന് എൻ്റെ അടുക്കൽ വരുന്നു? നിങ്ങൾ എന്നെ ദേഷിച്ചു നിങ്ങളുടെ ഇടയിൽ നിന്ന് അയച്ചു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അതിനവർ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ട് നമുക്ക് തമ്മിൽ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ തന്നെ ഒരു സത്യബന്ധമുണ്ടായിരിക്കണം. ഞങ്ങൾ നിന്നെ തൊട്ടിട്ടില്ലാത്തതുപോലെയും നന്മ മാത്രം നിനക്ക് ചെയ്തു, നിന്നെ സമാധാനത്തോടെ അയച്ചതുപോലെയും നീ ഞങ്ങളോട് ഒരു ദോഷവും ചെയ്യുകയില്ല എന്ന് ഞങ്ങളും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുക. നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ലോ എന്ന് പറഞ്ഞു. അവൻ അവർക്കൊരു വിരുന്നൊരുക്കി എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു ജീവിതത്തിന് പ്രശ്നമുണ്ടാക്കിയ ആളുകൾ അവിടെ മൂന്നാമത്തെ കിണർ കുഴിക്കുമ്പോൾ
അവിടെ ദൈവം എനിക്ക് തന്ന സ്ഥലമാണ്, ഇവിടെ ഞാൻ വർദ്ധിച്ചു വരും എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. അപ്പോൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിക്കുകയല്ല, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് പിറുപിറുക്കുകയല്ല, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് പക മനസ്സിൽ വെക്കുകയല്ല, ദേഷ്യം മനസ്സിൽ വെക്കുകയല്ല ഇസഹാക്ക് ചെയ്തത്. ഇസഹാക്ക് ദൈവത്തിന് നന്ദി പറയുകയാണ്. പലപ്പോഴും നമ്മളുടെ ഏറ്റവും വലിയ ഒരു കുഴപ്പം, തോറ്റുപോയി എന്നുള്ള ഒരു ചിന്താഗതി നമ്മളെ ഭയങ്കര വാശിക്കാരാക്കും, നമ്മളെ ഭയങ്കര പകയുള്ളവരാക്കും. നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ തന്നെ അയ്യോ ഞാനിങ്ങനെ ആയിപ്പോയല്ലോ സ്വയം നിന്ദിക്കുകയും സ്വയം പുച്ഛിക്കുകയും സ്വയം ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അബ്രഹാം അല്ലെങ്കിൽ ഇസഹാക്ക് ഇവിടെ അങ്ങനത്തെ ചിന്തകൾ ഉണ്ടാക്കുന്നില്ല. വളരെ പോസിറ്റീവായിട്ട് കാണുകയും ദൈവം തന്നതിന് നന്ദി പറയുകയും നീ എനിക്ക് തന്നു, ഞാനിവിടെ താമസിച്ചോളാം എന്നുള്ള ഒരു നല്ല മനോഭാവം ഉണ്ടാക്കിയെടുക്കുന്നു. അതുകൊണ്ട് പിന്നീട് എന്താണ് സംഭവിച്ചത്? അവനെ അവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിച്ച അബീമലേക്കും അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാരും ഇസഹാക്കിൻ്റെ അടുക്കൽ വന്ന് പറയുന്നു, നിങ്ങൾ എന്നെ ദോഷിച്ചു, നിങ്ങളുടെ ഇടയിൽ നിന്ന് അയച്ചു കളഞ്ഞുവല്ലോ എന്ന് ഇസഹാക്ക് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, യഹോവ നിൻ്റെ കൂടെയുണ്ട്, സർവശക്തനായ ദൈവം നിൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾ നിന്നെ ദോഷിച്ചു, നീ നന്നാവുന്നതിന് ഞങ്ങൾ തടസ്സമുണ്ടാക്കാൻ ശ്രമിച്ചു, നീ ഉണ്ടാക്കിയ കിണറുകൾ ഞങ്ങൾ മൂടിക്കളഞ്ഞു, ആ വെള്ളം ഉപയോഗിക്കാൻ ഞങ്ങൾ അനുവദിച്ചില്ല. പക്ഷേ ദൈവം നിൻ്റെ കൂടെയുണ്ട്. കാരണം നീ ഒറ്റയ്ക്ക് 3 കിണറുകൾ എങ്ങനെ കുഴിച്ചു? മരുഭൂമിയിൽ. അതായത് അവിടെ മൂന്നാമതും കിണർ കുഴിക്കാനും വെള്ളം കണ്ടെത്താനും സാധ്യതയില്ലാത്ത പ്രദേശമാണ്, അസാധ്യമായ സ്ഥലമാണ്, അസാധ്യമായ ജീവിത സാഹചര്യമാണ്, അസാധ്യമായ സാഹചര്യങ്ങളോടാണ് ഇസഹാക്ക് ഇവിടെ പൊരുതുന്നത്. ഇസഹാക്കിന് വെള്ളം കിട്ടുന്നത് ഒരത്ഭുതമായി അവർക്ക് തോന്നി. പ്രിയമുള്ള സ്നേഹിത, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നിറച്ച് നമ്മളെ തകർക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ തകർക്കുന്ന മനുഷ്യർക്ക് അറിയാൻ പറ്റും, ഇവിടെ ഇവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഇവിടെ അവർക്ക് പ്രയാസമായിരിക്കും, ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്, ഇവനിവിടെ നിലനിൽക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരികയും ദൈവത്തിൻ്റെ ശക്തിയാൽ അവിടെ കിണർ കുഴിച്ച് വെള്ളം കണ്ടെത്തി. എനിക്ക് തോന്നുന്നു വെള്ളം ദൈവം ഉറവ കൊണ്ടുവന്നതായിരിക്കും. അവിടെ സ്വാഭാവികമായ ഉറവയൊന്നും ഉണ്ടാവില്ല, പക്ഷെ ദൈവം അവർക്ക് കൊടുത്തതാണ്. അബ്രഹാമിന് ശക്തി കൊടുത്തു, ക്ഷീണമറിയാതെ പണിയെടുത്ത് കിണർ കുഴിക്കുവാനുള്ള ശക്തി കൊടുത്തു. എന്നിട്ട് ഇവർ വന്ന് സന്ധി ചെയ്യുകയാണ്, നീ ദൈവത്തിൻ്റെ ആളാണ്, ഞങ്ങളൊക്കെ മനുഷ്യാധ്വാനം കൊണ്ട് ജീവിക്കുന്നു, നീ യഹോവയുടെ ആളാണ്, നിനക്ക് വേണ്ടി യഹോവ ചെയ്യും, നിനക്ക് വേണ്ടി യഹോവ നടത്തും, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ ഒരിക്കലും ദൈവത്തോട് പറയരുത് ഞങ്ങൾ നിന്നോട് ദോഷം ചെയ്തെന്ന്, ഞങ്ങൾ നിനക്ക് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയാവൂ എന്ന് പറഞ്ഞ് ഇസഹാക്കിനോട് സന്ധി ചെയ്യുന്നത് കാണാം. അവിടെ ഇസഹാക്ക് ആ മൂന്നാമത്തെ കിണർ കുഴിക്കുമ്പോൾ അവിടെ ദൈവത്തെ ആരാധിക്കുകയാണ്. യാഗപീഠം പുതുക്കി അവിടെ ആരാധിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നിറവേറാതെ അല്ലെങ്കിൽ ഒന്ന് നടക്കാതെ രണ്ടാമത് നടക്കാതെ നമ്മൾ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വീണ്ടും അധ്വാനിച്ച് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നമ്മൾ ആരാധിക്കണം. കാരണം അവിടെ നമ്മൾ കണ്ടെത്തണം, ദൈവം നമ്മളെ നടത്തുന്ന വഴികൾ നമ്മൾ കണ്ടെത്തണം. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ നന്മ ഇത് നമുക്ക് കാണാൻ കഴിയണം. കാരണം നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സ്വന്തം ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ശക്തിയാലാണ്. അത് ഓരോ നിമിഷവും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. കാരണം അവൻ നമ്മളെ അത്രമാത്രം സ്നേഹിച്ചു. അവൻ നമുക്ക് വേണ്ടി അവൻ്റെ ജീവനെ തന്നു. അവൻ നമുക്ക് വേണ്ടി എല്ലാത്തിനെയും സൃഷ്ടിച്ച് ആക്കിയ ദൈവമാണ്. നമ്മുടെ സങ്കടത്തിന് മുന്നിൽ, നമ്മുടെ പ്രയാസങ്ങൾക്ക് മുന്നിൽ കർത്താവുണ്ട്. ഇസഹാക്ക് ദൈവത്തെ ആരാധിച്ചു. അവൻ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിച്ചില്ല. നമ്മളങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുമ്പോൾ നമുക്കും മനസ്സിലാകും, നമുക്കൊപ്പമുള്ളവർക്ക് മനസ്സിലാകും, ഇവൻ ജീവിക്കുന്നത് ഇവൻ്റെ ശക്തി കൊണ്ടല്ല,
ഇവൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ്. നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ്. ഇത് തിരിച്ചറിയുന്ന നിമിഷത്തിലേ നമുക്ക് പറയാൻ പറ്റൂ, കർത്താവേ, ഈ നന്മയ്ക്ക് ഞാൻ യോഗ്യനല്ല, ഈ കരുണയ്ക്ക് ഞാൻ യോഗ്യനല്ല, പക്ഷേ നീ ഇത്രമാത്രം കരുണ എന്നോട് കാണിച്ചു, നീ ഇത്രമാത്രം എന്നെ അനുഗ്രഹിച്ചു, നീ ഇത്രമാത്രം എനിക്ക് നന്മ ചെയ്തു. എത്ര ഭയങ്കരമായ കരുതലാണ്, എത്ര ഭയങ്കരമായ കെയറാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് നൽകുന്നത്. ഇസഹാക്ക് ആദ്യം ഒരു കിണർ കുഴിച്ചു, രണ്ടാമതൊരു കിണർ കുഴിച്ചു, അതും ഉപയോഗിക്കാൻ പറ്റിയില്ല. കിണർ കുഴിക്കാന്ന് വെച്ചാൽ നിസ്സാരമായ അധ്വാനമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാലാണ് അയാൾ അവിടെ അതിജീവിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും മറ്റുമുള്ള അന്യായങ്ങൾ ആളുകൾ നമ്മളോട് ചെയ്യുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മളോട് അന്യായം ചെയ്തു എന്ന് തോന്നിയാൽ ഓർക്കുക, നമ്മൾ ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തിൽ ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ദൈവം ഇടപഴകും നിങ്ങളുടെ ജീവിതത്തിൽ. അതാണ്. എന്നിട്ട് ശത്രുക്കളായവർ നമ്മളോട് വന്ന് സന്ധി സംഭാഷണം നടത്തും. ഞങ്ങൾ നിനക്ക് ദോഷം ചെയ്തു എന്ന് വിചാരിക്കരുത്, കാരണം നീ ദൈവത്തിൻ്റെ ആളാണ്, നീ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാലാണ്, നീ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയിലാണ്. അത് ഞങ്ങൾക്കറിയാം. നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല. പ്രിയ സ്നേഹിത, നമ്മൾ വിഷമിച്ചിട്ടുണ്ടോ? നമ്മൾ ഒറ്റപ്പെട്ടു പോയെന്ന്, ഞങ്ങൾ തകർക്കപ്പെട്ടു പോയെന്ന്, നമ്മൾ ആരാലും ഉപേക്ഷിക്കപ്പെട്ടു പോയെന്ന്, ദൈവം എന്നെ കരുതുന്നില്ല, എന്തിനാണ് ആളുകൾ എന്നോട് ഇങ്ങനെ ചെയ്തത്, എന്തിനാണ് എന്നെ ഒറ്റപ്പെടുത്തിയതെന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവരാണോ? വിഷമിക്കണ്ട. കാരണം നമ്മളുടെ നിലനിൽപ്പ് ദൈവത്തിൻ്റെ നിലനിൽപ്പാണ്. നമ്മൾ ജീവിക്കേണ്ടത് ദൈവം നമ്മളെ ജീവിപ്പിക്കുന്നതാണ്. കാരണം ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുന്നതിന് വേണ്ടി. അതുകൊണ്ട് ദൈവം നമ്മളെ സംരക്ഷിക്കും, ദൈവം നമ്മളെ കരുതും, ദൈവം നമുക്ക് നല്ലത്. അതുകൊണ്ടാണ് യിരെമ്യാ പറയുന്നത്, നിങ്ങൾക്ക് മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശു നിലം ഉഴുവീൻ. നിങ്ങൾ തെറ്റ് വിതയ്ക്കാതെ, അന്യായം വിതയ്ക്കാതെ നന്മ വിതയ്ക്കുക. ഇസഹാക്കിനെ പോലെ നന്മ കാണാൻ ശ്രമിക്കുക, നന്മ ചെയ്യുക, നല്ല തഴപ്പുള്ള ഇടം നോക്കി വിതയ്ക്കുക. അത് ഞെരുങ്ങിപ്പോകും. നീതിയിൽ വിതപ്പീൻ, ദയക്കൊത്തവണ്ണം കൊയ്യുവീൻ, നിങ്ങളുടെ തരിശു നിലങ്ങൾ ഉഴുവീൻ. ഹോശയ പറയുകയാണ് 10:12 നീതിയിൽ വിതയ്ക്കുക, ഈ ദയക്കൊത്തവണ്ണം കൊയ്യുക, നിങ്ങളുടെ തരിശു നിലം ഉഴുക. നീ നീതി വിതയ്ക്കും, അചഞ്ചല സ്നേഹത്തിൻ്റെ ഫലം കൊയ്യും. നീ തരിശു നിലം കിളയ്ക്കും, നീതിയിൽ വിതച്ചാൽ തരിശു നിലം കൊയ്യും. നീതിയിൽ വിതയ്ക്കുക, അചഞ്ചലമായ സ്നേഹത്തിൻ്റെ ഫലം നമുക്ക് കണ്ടെത്താൻ പറ്റും. നന്മ ചെയ്യുക, ദോഷം നിരൂപിക്കാതിരിക്കുക, ദോഷം കണക്കിടാതിരിക്കുക, ദൈവത്തിന് നന്ദി പറയുക. നമുക്ക് നീതി, സ്നേഹം കൊയ്യാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ നിറയ്ക്കുക, വിതയ്ക്കുക. അപ്പോൾ നമുക്ക് പ്രതിസന്ധികളെ ഇത്തരത്തിൽ അതിജീവിക്കാൻ കഴിയും. നിങ്ങൾ സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ ദൈവത്തിന് വേണ്ടി ജീവിക്കുക. അപ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിക്കും, ദൈവം നിങ്ങളെ സ്നേഹിക്കും. സ്വർഗത്തിൽ നമ്മൾ നിക്ഷേപങ്ങൾ സ്വരൂപിക്കുക. 100 മേനി കർത്താവ് നമുക്ക് വിളവ് തരും. 100 മേനി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ആ ആണ്ടിൽ അവർക്ക് 100 മേനി കൊയ്യാൻ കഴിഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത് ഇസഹാക്കിന്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് 100 മേനി കൊയ്യാൻ കഴിയും. നമ്മളെ ആരും കളിയാക്കിയതും ഒറ്റപ്പെടുത്തിയതും ഒന്നും നമ്മൾ വിഷമിക്കേണ്ടുന്ന കാര്യമില്ല. അപ്പോൾ ലോകം പുതിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുകയാണ്, പുതിയ രീതികൾ കൊണ്ടുവരികയാണ്. എന്നാൽ പ്രതികൂല സാഹചര്യത്തിൽ ഇസഹാക്കിന് 100 മേനി വിതയ്ക്കാൻ കഴിഞ്ഞു. നമ്മളുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ നമുക്ക് 100 മേനി നേട്ടം കൊയ്യുന്നവരായി തീരാൻ കഴിയും. അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.